ഹലോ ഡിയർ നഴ്സിംഗ് ഓഫീസേഴ്സ്. ഇപ്പോൾ കേരള PSCയുടെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് എക്സാമിൻ്റെ ഡേറ്റ് എല്ലാം പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പഠിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പോർഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ വേർഡ് എഡ്യൂക്കേഷൻ മീൻസ് എ ടു ബ്രിങ് ചേഞ്ചസ്, ബി ടു ബ്രിങ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ, സി മോഡിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, ഡി ഗിവിംഗ് ഇൻഫർമേഷൻ. The right answer is modification of human behavior. Education brings changes in behavior of the individual in a desirable manner, or it means modification of human behavior. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ മോഡിഫിക്കേഷനെ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എഡ്യൂക്കേഷൻ എനേബിൾസ് ആൻ ഇൻഡിവിജ്വൽ ഫോർ A. Imparting knowledge, B. Giving advice, C. Giving information, D. Causing learning. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കോസിങ് ലേണിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ആൻഡ് ചീഫ് ഗോൾ ഓഫ് വിച്ച് ഈസ് ടു ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ എ. സൊസൈറ്റൽ നീഡ്സ്, ബി. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗോൾ, C. Human behavior, D. Evaluation system. The right answer is C. Human behavior. Next question. Who stated education is not a preparation for life? Education is life itself. A. Mahatma Gandhi, B. Bertrand Russell, C. Pestalozzi, D. John Dewey. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലൈഫിലോട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതം തന്നെയാണെന്ന് ആരാണ് പറഞ്ഞതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് ജോൺ ഡീവേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഈസ് എഡ്യൂക്കേഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി സ്റ്റേറ്റഡ് ബൈ എ. പെസ്റ്റലോസി, ബി. മഹാത്മാഗാന്ധി, സി. ഋഗ്വേദ, ഡി. അരിസ്റ്റോട്ടിൽ. ആൻസർ ഈസ് ഡി. അരിസ്റ്റോട്ടിൽ. ഇത് കേരള PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആൻ എഡ്യൂക്കേഷണൽ ഫിലോസഫി ദാറ്റ് സ്റ്റേറ്റ് ദാറ്റ് അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് സ്പിരിച്വൽ റാദർ ദാൻ ഫിസിക്കൽ, മെൻ്റൽ ഓർ മെറ്റീരിയൽ. എ. ഐഡിയലിസം, ബി. പ്രാഗ്മാറ്റിസം, സി. റിയലിസം, ഡി. നാച്ചുറാലിസം. അപ്പം ഇതിൽ ശ്രദ്ധിക്കുക, അൾട്ടിമേറ്റ് റിയാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് സ്പിരിച്വലാണ്, ഫിസിക്കലോ മെൻ്റലോ മെറ്റീരിയൽ അല്ല, അല്ലേ? അപ്പോൾ അങ്ങനെ പറയുന്ന ഫിലോസഫി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഐഡിയലിസം. അക്കോർഡിംഗ് ടു ഐഡിയലിസം ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ ലൈഫ്. ഐഡിയലിസം പറയുന്നത് നമ്മളെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനിൽ ഹ്യൂമൻ സ്പിരിറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഹ്യൂമൻ സ്പിരിറ്റാണ്. അതുപോലെ തന്നെ ഐഡിയലിസം ബിലീവ് സ്പിരിച്വൽ വേൾഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ മെറ്റീരിയൽ വേൾഡ്. സ്പിരിച്വൽ വേൾഡിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫിലോസഫിയാണ് ഐഡിയലിസം. അതിൽ ഹ്യൂമൻ സ്പിരിറ്റിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് പ്രോസസ് കംസ് അണ്ടർ എ ചൈൽഡ് expected to learn directly from nature through personal experience? A. Naturalism, B. Realism, C. Idealism, D. Pragmatism. അപ്പം ഒരു ചൈൽഡ് നാച്ചർ വഴി പേഴ്സണൽ എക്സ്പീരിയൻസ് വഴി പഠിക്കുന്ന ഫിലോസഫി അല്ലേ? അപ്പം നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസ് വഴി അല്ലെങ്കിൽ നമ്മൾ നാച്ചുറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് നാച്ചുറാലിസമാണ്. അക്കോർഡിംഗ് ടു നാച്ചുറാലിസം ഹ്യൂമൻ ലൈഫ് ഈസ് എ പാർട്ട് ഓഫ് നേച്ചർ. ഇറ്റ് സ്ട്രോങ്ലി ബിലീവ്സ് ഇൻ മാറ്റർ ആൻഡ് ഫിസിക്കൽ വേൾഡ്. ദർ ഈസ് നോ ഫിക്സഡ് കരിക്കുലം. ഇപ്പം നാച്ചുറാലിസത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്, നാച്ചുറാലിസത്തിൽ നമ്മൾ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നാച്ചുറിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഇറ്റ് സ്ട്രോങ്ലി ബിലീവ്സ് ഇൻ മാറ്റർ ആൻഡ് ഫിസിക്കൽ വേൾഡ്. അത് നമ്മളെ മാറ്ററിനെ ഫിസിക്കൽ വേൾഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതിൽ ആ ഒരു നമ്മളെ നാച്ചുറാലിസം എന്ന് പറയുന്ന ഫിലോസഫിയിൽ ഫിക്സഡ് ആയിട്ടുള്ള കരിക്കുലമൊന്നും ഇല്ല. അപ്പം നാച്ചുറാലിസം എന്ന് പറയുന്ന ഫിലോസഫിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്, എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ, സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സെൽഫ് പ്രിസർവേഷൻ ആണ്. അതുപോലെ തന്നെ
ചേഞ്ചസിനനുസരിച്ചിട്ട് ഹാബിറ്റ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. കൾട്ടിവേഷൻ ഓഫ് സെൽഫ് റിസ്ട്രെയിൻസ് ആൻഡ് സെൻസ് ഓഫ് വാല്യൂ. ഇത്രയാണ് നാച്ചുറാലിസത്തിൻ്റെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എക്സ്പൊണൻസ്, നാച്ചുറാലിസത്തിൻ്റെ എക്സ്പൊണൻസ് ആരൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഡാർവിൻ, ബെർണാഡ് ഷോ, ടാഗോർ, ഹെർബർട്ട് സ്പെൻസർ ആണ്. ഇത്രയും ആൾക്കാരെല്ലാം നാച്ചുറാലിസത്തിൻ്റെ എക്സ്പൊണൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ്ലി ചോദിച്ചതാണ് എക്സ്പൊണൻസ് ഓഫ് നാച്ചുറാലിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോൺ ഡീവേ ഈസ് എ പ്രൊപ്പണൻ്റ് ഓഫ് എ എക്സിസ്റ്റൻഷ്യാലിസം, ബി പ്രാഗ്മാറ്റിസം, സി ഐഡിയലിസം, ഡി റിയലിസം. Pragmatism. Okay, pragmatism expounded by Williams, James and John Dewey. Next question is, the philosophy of education in which the treatment of things is based solely on their practical utility. A. Existentialism, pragmatism, naturalism, realism. ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിയുടെ ബേസിലാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഫിലോസഫിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്, പ്രാഗ്മാറ്റിസമാണ്. അപ്പോൾ പ്രാഗ്മാറ്റിസത്തിലാണ് മെയിനായിട്ടും നമ്മൾ പ്രാക്ടിക്കൽ ആൻഡ് യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി അപ്ലൈ ചെയ്തിരിക്കുന്നത് പ്രാഗ്മാറ്റിസത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഫിലോസഫി സ്റ്റാൻഡ്സ് ഫോർ സൊസൈറ്റൽ ഡിസിപ്ലിൻ, ലവ് ഓഫ് വിസ്ഡം, ഐഡിയോളജി, ഐഡിയാസ് ആൻഡ് ബിലീഫ്സ്. ആൻസർ ഈസ് ലവ് ഓഫ് വിസ്ഡം. ഇപ്പോൾ ഫിലോസ് അതുപോലെ തന്നെ സോഫിയ എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡ്സ് നിന്നാണ് ഫിലോസഫി എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫിലോസ് എന്ന് പറഞ്ഞാൽ ലവ് എന്നാണ് മീനിങ്, സോഫിയ എന്ന് പറഞ്ഞാൽ വിസ്ഡം. അപ്പം ഫിലോസ്, സോഫിയ ഈ രണ്ട് ഗ്രീക്ക് വേർഡ്സ് നിന്നാണ് ഫിലോസഫി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലവ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന വേർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, aims of nursing education is A. physical development, B. mental development, C. vocational development, D. all of the above. അപ്പോൾ എയിംസ് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്, മെൻ്റൽ ഡെവലപ്മെൻ്റ് ആണ്, വൊക്കേഷണൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പം ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ എന്ന് പറയുന്നത്. 12th question, the actual meaning of trend is A. new change, B. changes in specific direction, C. new development, D. negative changes. ട്രെൻഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ സ്പെസിഫിക് ഡയറക്ഷൻ ആണ്. 13th question, modern trends in nursing education emphasize on A. learning by doing, B. learning by practical, B. learning by doing, C. learning by exposure, D. learning by theoretical. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ഈസ് കണ്ടീഷണൽ, ഫങ്ഷണൽ, ഓപ്പറേഷണൽ, ലാസ്റ്റ് വൺ ഈസ് പർപ്പസ്ഫുൾ. ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഇതിൽ പർപ്പസ്ഫുൾ ആണ്. ലേണിംഗ് എന്ന് പറയുന്ന ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. എ പ്ലാൻ പ്രിപ്പയർഡ് ബൈ എ ടീച്ചർ ടു ടീച്ച് എ ലെസൺ ഈസ് കോൾഡ് A. unit plan, B. lesson plan, C. curriculum plan, D. master plan. The right answer is option B. lesson plan. Thank you.